അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വേണോ? ഇതിപ്പോ എന്താ പറഞ്ഞു തുടങ്ങുന്നത്? ആരാ പറയുന്നത്? ഞാൻ തുടങ്ങണേ അല്ലേ? അപ്പോ മതി മതി മതി, അത് നമുക്ക് വേണേൽ ഫ്രെയിം കട്ട് ചെയ്യാലോ. ഓക്കെ. പോഡാകാസ്റ്റ്. എല്ലാവർക്കും പോഡയെ കാസ്റ്റിലേക്ക് സ്വാഗതം. അടൽസൊള്ളിയാണ്. അടൽസൊള്ളി എന്ന് പറയാൻ പറ്റുന്ന അടൽസ് കുട്ടികൾക്കൊന്നും നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കുട്ടികളുടെ ഒരു ചലച്ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. മോഹൻലാൽ എന്ന നടൻ, അങ്ങനെയൊന്നുമില്ല, മോഹൻലാൽ എന്ന നടൻ സംവിധാനം ചെയ്യുന്ന, അത് നിങ്ങൾക്ക് വേണമെന്തിനും പറഞ്ഞു, 3D ആനിമേഷൻ മൂവി, കുട്ടികൾക്കുള്ള ചലച്ചിത്രം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ പോഡയെ കാസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ പോഡ്കാസ്റ്റിലുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞങ്ങൾ ചിലപ്പോൾ വല്ല റിവ്യൂ ഇടും, ചിലപ്പോൾ വല്ല ടോപ്പിക് എടുത്ത് സംസാരിക്കും, വിമർശിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാർത്തകൾ ഒരുപാട് വളച്ചൊടിക്കപ്പെടുന്നു, അമേധ്യമ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മാധ്യമ അധർമ്മം നടക്കുന്നു എന്ന് ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ആറാട്ടനും പാർട്ടികളുടെക്കെതിരെയുള്ള ഈ പറഞ്ഞ ഈ എന്താ പറയേണ്ട പീഡന കേസ്, അതിൽ വാസ്തവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ പല ഇൻസിഡൻസ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരു അവലോകനം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി, വീട്, ചിലപ്പോൾ പച്ചക്കറി വരെ നമ്മൾ ചിലപ്പോൾ ഹോട്ടൽ അല്ലേ ഒക്കെ റിവ്യൂ ചെയ്തിരിക്കും. ഇതൊക്കെ ഞങ്ങൾ കുറച്ച്, ഇത് 3 ഇനി ഒരു 10 പേര് വരാൻ കിടപ്പുണ്ട്. ഇതിനകത്ത് നമ്മൾ സിനിമ, സംഗീതം, എല്ലാ സാധനങ്ങളും ചിലപ്പോൾ അങ്ങ് വിമർശിച്ചിരിക്കും. പോളിറ്റിക്സ്. അപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മൾ സാധാരണക്കാരാണേ അല്ലേ? നീ ഒരു സാധാരണക്കാരിയാണ്. ഞാൻ വെറും സാധാരണക്കാരനാണ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ആറാട്ടൻ ഒരു സാധാരണക്കാരനല്ല, ഒരു അസാധാരണക്കാരനുള്ള സാധ്യതയുണ്ട്. അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് ആറാട്ടന്. അപ്പോൾ ആറാട്ടനൊക്കെ വരുന്നു, അങ്ങനെയൊക്കെയുള്ളവർ വരും. പാട്ട്, ഡാൻസ് ഇവിടെ കളിക്കാൻ പാടല്ലേ? ഇരുന്ന് സംസാരിക്കുകയോ പാട്ട് പാടുകയോ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് ഈ പേജിലേക്കോ, അല്ലെങ്കിൽ ചെകുത്താൻ്റെ ഫേസ്ബുക്ക് പേജോ, അല്ലെങ്കിൽ ഇനി ചിത്രയുടെ ഇൻസ്റ്റഗ്രാമോ, എവിടെയെങ്കിലും ഫ്രീമാൻസിൻ്റെ പേജിലോ ആറാട്ടനെ വിട്ടിട്ട് കാര്യമില്ല, അയാൾ കാണത്തില്ല, എവിടെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സകല സംവിധാനങ്ങളും കൊണ്ട് വേറെ ലെവലാക്കി തരാം. ആർക്കെങ്കിലും വൈറലാവണം, ചിത്ര വൈറലാക്കി തരും. അങ്ങനെയല്ല, നീ ഇന്റർവ്യൂ ചെയ്താണല്ലോ ആൾക്കാരെ വൈറലാക്കുന്നത്, അതുകൊണ്ട് അവരാകുന്നതാണ്, ഞാൻ ആക്കുന്നതല്ലോ. ആയി കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വാർത്തകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഈ അപവാദങ്ങൾ പറഞ്ഞെടുക്കുക. അത് ഏത് ചാനലാണെങ്കിലും അപവാദം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊരു വാർത്ത സത്യസന്ധമല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ പേജിലോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ്, ഈ കാണുന്നവരുടെയോ ഒക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ റിപ്പോർട്ടറിലേക്കോ 24ലേക്കോ പോകേണ്ട ആവശ്യമില്ല അല്ലേ? അടി, അവരാണ് ഈ കള്ളത്തരം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരിത് കറക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വലിയ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അതിന് വാർത്തകൾ അറിയിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിക്കാൻ തോന്നുക, നേരിട്ട് വന്നിരുന്ന് സംസാരിക്കണമെന്ന് തോന്നുക, സ്വന്തമായിട്ട് ചാനലുണ്ട് എന്നാൽ പോലും വേറെ ചാനലുകാരെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷണം, അതായത് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ അതിനനുസരിച്ച് അനലൈസ് ചെയ്യും, എന്നിട്ട് ഇതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. എങ്ങനെ ചുമ്മാ അങ്ങ് ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവുകയാണല്ലോ. ഇനിയിപ്പോൾ തനിക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചേർത്താൻ പറഞ്ഞ പോലെ റിവ്യൂ അടക്കമുള്ള പരിപാടികൾ, സിനിമ, പൊളിറ്റിക്സ്, പിന്നെ ഈ അമേധ്യമ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സാധാരണ മനുഷ്യർക്ക് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും, കലാകാരന്മാർക്കടക്കം സൈക്കോളജി ഇപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെ ലിസണർ, അത് ഓൾറെഡി അപ്പോൾ ലിസണറുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഇവിടെ ആളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെയ്ഡ് സർവീസാണ് അത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആകത്തുക. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ ഇതിൻ്റെ പുറകെ. യെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ
ഭാവിയിൽ അടുത്ത പ്രോഡക്റ്റ് മാർക്കറ്റിംഗും ചെയ്യും. പ്രോഡക്റ്റ് ബ്രാൻഡിങ്, പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്, സിനിമ പ്രൊമോഷൻ ചെയ്യും, പടം പ്രൊമോഷൻ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു സാധനമുണ്ട്. ഡീഗ്രേഡിങ് ചെയ്യോ? അത് നമ്മള് ചെയ്യണ്ടേ? സിനിമ ഇവിടെ എടുത്ത് ഇറക്കിയാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചോളൂ. ഇവിടെ ഒരുമാതിരിപ്പെട്ട സിനിമകളുടെയൊക്കെ അവസ്ഥ അതൊക്കെ തന്നെ ആണല്ലോ എന്നൊക്കെ ഞാൻ പറയുകയാണ്. ശരി.